ADGP MR അജിത് കുമാറിനെ എതിരെ വിവാദ വെളിപ്പെടുത്തലുമായി സ്വർണ്ണക്കടത്ത് കേസിലെ ഇടനിലക്കാരൻ ഷാജ് കിരൺ നിരവധി തവണ അജിത് കുമാർ ഷാജ് കിരണുമായി ഫോണിൽ ബന്ധപ്പെട്ടു. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം MR അജിത് കുമാറിനുണ്ടായത് നേട്ടങ്ങൾ മാത്രമാണെന്ന് ഷാജ് കിരൺ പറയുന്നു. 2022 ജൂൺ 8 ഷാജ് കിരണും MR അജിത് കുമാറും നടത്തിയ വാട്സപ്പ് ചാറ്റിന്റെ പകർപ്പ് അത് ന്യൂസ് 8 ലഭിച്ചു. ആദ്യം ഷാജ് കിരൺ തന്നെ വിശദീകരിക്കും ഡാൻ കുര്യനോട് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന്. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു MR അജിത് കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഇവര് 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിട്ടയർമെന്റ് സീറ്റിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളം നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടർ ആയിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അതായത് വിജിലൻസ് സംഘമാണ് വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ ഇത് എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ പറയാൻ അതെ വിജിലൻസിന്റെ ഒരു ടീമാണ് പിടിച്ചുകൊണ്ട് പോയത്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം എങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവരെ കാണാൻ പോവുകയാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവിടെ ചെന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു. അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ സരിത്തിനെ പിടികൂടാൻ. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവർ പറഞ്ഞു അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സരിത്തിനെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന വിജിലൻസ് ടീമാണ്. അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് HRDSന്റെ ഓഫീസിലേക്ക് പോകുന്നു. HRDSന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സ്ആപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്റെ കയ്യിലുണ്ട്. സ്വപ്ന സുരേഷിന്റെ സരിത്തിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത്. അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നത് വരെ ഞാൻ MR അജിത് കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനല്ലേ തോന്നുന്നത്. ഇവിടെ ED എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാനൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരേ ഒരാൾ MR അജിത് കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് HRDSന്റെ ഓഫീസിൽ എന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ഡാൻ, വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഷാജ് കിരൺ സൂചിപ്പിക്കുന്നത്. ഷാജ് പറയുന്നത് വിശ്വാസത്തിലെടുക്കാമോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക്
ഈ ADGP MR അജിത് കുമാർ ആദ്യം തന്നെ ചോദിക്കട്ടെ, MR അജിത് കുമാർ ഈ വിജിലൻസിന്റെ ഭാഗമായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിൽ സരിത്തിനെ തേടി പോകുന്നത്? ആ അസ്വാഭാവികത ഉണർത്തുന്ന ചോദ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ വിവരങ്ങൾ തേടണം എന്ന തരത്തിലേക്ക് നമ്മളെയും കൊണ്ടുചെന്ന് എത്തിച്ചത്. അതായത് വിജിലൻസ് തലപ്പത്തിരുന്ന MR അജിത് കുമാർ സ്വപ്ന സുരേഷിന്റെ സുഹൃത്തായിരുന്ന സരിത്തിനെ കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു വിജിലൻസ് സംഘം സരിത്തിനെ ഉടനടി കസ്റ്റഡിയിലെടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഇത്തരം സ്വാഭാവികമായി വിജിലൻസിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകണമെങ്കിൽ വിജിലൻസിൽ ലഭിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് വിജിലൻസ് സംഘം അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ ഷാജ് കിരൺ എന്ന ദല്ലാൽ അല്ലെങ്കിൽ ഇടനിലക്കാരൻ MR അജിത് കുമാറിനോട് മുൻ പരിചയത്തിന്റെ പേരിൽ ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ രഹസ്യമൊഴി കൊടുക്കുകയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നു. കേസിൽ ഒരു ഡൈവേർഷനുള്ള ശ്രമം നടക്കുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന തരത്തിലൊക്കെയുള്ള സന്ദേശങ്ങൾ MR അജിത് കുമാറിന് കൈമാറുന്നു. MR അജിത് കുമാർ തുടർച്ചയായി ഷാജ് കിരണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. വാട്സാപ്പിലൂടെ അവർ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അതിനുശേഷം ഷാജ് കിരൺ, സ്വപ്ന സുരേഷും ഒന്നും അറിയാതെ സരിത്തിനെ MR അജിത് കുമാറിന്റെ നേതൃത്വം നൽകിയ വിജിലൻസ് സംഘം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്നു. ഗുണ്ടകളാണ് തട്ടിയെടുത്തത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ സ്വപ്നയും ഷാജ് കിരണും ആദ്യഘട്ടത്തിൽ പറയുന്നു. പക്ഷേ അരമണിക്കൂറിനപ്പുറം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോയത് വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് എന്ന വിവരം പുറത്തുവരുന്നു. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഷാജ് കിരൺ MR അജിത് കുമാറിനെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ MR അജിത് കുമാർ പറയുന്നത് അതെ, അത് വിജിലൻസ് ഉദ്യോഗസ്ഥരാണ്, അവർ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. ഇതിന് തൊട്ടുമുമ്പും MR അജിത് കുമാറിനെ ഷാജ് കിരൺ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോയി ഷാജ് കിരणे ഇദ്ദേഹത്തെ സരിത്തിനെ ആരോ തട്ടിക്കൊണ്ടുപോയി, എന്താണ് കാര്യമെന്ന് അറിയില്ലെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്വേഷിക്കാം, നോക്കട്ടെ എന്നാണ്. അതായത് ഈ അരമണിക്കൂറിനുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ സരിത്തിനെ വിജിലൻസിന്റെ ഒരു പ്രത്യേക സംഘം വന്ന് പൊടുന്നനെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടോ? അതോടൊപ്പമാണ് ക്രമസമാധാന ചുമതലയിലേക്ക്, ഇങ്ങനെ നിർണായകമായ ഒരു പദവിയിലേക്ക് സസ്പെൻഷൻ മാറ്റി നിർത്തപ്പെട്ട ശേഷം എങ്ങനെ തിരിച്ചു വരാൻ കഴിഞ്ഞു MR അജിത് കുമാറിന്? അതായത് ഏറെ പഴികേട്ടു. ഷാജ് കിരണുമായി ഉള്ള ഈ സംഭാഷണങ്ങളുടെ പേരിൽ ഏറെ പഴികേട്ടിരുന്നു MR അജിത് കുമാർ ആ സമയത്ത്. അതിനുശേഷമാണ് വിജിലൻസ് തലപ്പത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നത്. പിന്നീട് എങ്ങനെ പൊടുന്നനെ ക്രമസമാധാന ചുമതലയുടെ നിർണായക പദവിയിലേക്ക്, ADGP പോസ്റ്റിലേക്ക് MR അജിത് കുമാറിന് തിരികെ വരാൻ കഴിഞ്ഞു എന്ന ഏറ്റവും അസ്വാഭാവികത ഉണർത്തുന്ന ചോദ്യത്തിനാണ് കൃത്യമായ ഉത്തരം ഷാജ് കിരണും MR അജിത് കുമാറും തമ്മിലുള്ള ഈ സ്ക്രീൻഷോട്ടുകൾ, വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ MR അജിത് കുമാർ തന്നെ നേരത്തെ ഇത് നിഷേധിച്ചിരുന്നു. ഷാജ് കിരണുമായി അത്തരത്തിലുള്ള സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പരിചയം ഉണ്ടായിരുന്നു, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലായിരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവർ തമ്മിൽ വ്യക്തിപരമായ നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ, വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിലൂടെ പുറത്തു വരുന്നത്. അതിനുശേഷം അജിത് കുമാറും ഷാജ് കിരണും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുകൂടി ഷാജ് കിരൺ പറഞ്ഞു വെക്കുമ്പോൾ തങ്ങൾക്കെല്ലാവർക്കും നഷ്ടവും MR അജിത് കുമാറിന് മാത്രം ഇതുകൊണ്ട് നേട്ടവും ഉണ്ടായി എന്നാണ് നമ്മളോട് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പമാണ് അവരുടെ പക്കൽ നിന്ന് അന്ന് 2 സ്മാർട്ട് ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു പോലീസ്. അത് FSLന്റെ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചതാണ്. പക്ഷേ ഇത്രയും അധിക നാളുകൾ കഴിഞ്ഞിട്ടും, 2 വർഷമാകാൻ പോകുന്നു, ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും ആ ഫോണുകൾ തിരികെ നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുമ്പോട്ട് പോയിട്ടുമില്ല. അവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് നീക്കങ്ങൾ നടന്നു, സർക്കാരിനെ വെട്ടിലാക്കാനുള്ള, ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ, തെളിവുകൾ MR അജിത് കുമാറിന്റെ കൈവശമുണ്ടോ എന്ന സംശയം വെളിപ്പെടുത്തുന്നത്. അതോ അദ്ദേഹത്തിനെതിരെ ഭരണപക്ഷത്തെ ഒരു പ്രമുഖ MLA ഗുരുതരമായ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ തുടരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് പോലും ഈ സമ്മർദ്ദ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ എന്ന് സംശയിക്കേണ്ടി വരും ഈ വിവരങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ. എൽദോ, ഞാൻ മറ്റൊരു കാര്യം, ഈ ബംഗളൂരുവിലേക്ക് സ്വപ്ന സുരേഷ് പോകുമ്പോൾ ഈ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ ആര് വഴിയൊരുക്കി എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സൂചന എന്തെങ്കിലും ഷാജ് കിരൺ നൽകുന്നുണ്ടോ? എങ്ങനെ സ്വപ്ന ബംഗളൂരുവിലേക്ക് അനായാസം പോലീസിനൊക്കെ കണ്ണുവെട്ടിച്ചെത്തി?
അത്തരം വിവരങ്ങളൊന്നും പങ്കുവെക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോക്ഡൌൺ സമയത്ത് വലിയ തരത്തിലുള്ള പരിശോധനകൾ എല്ലാ പ്രധാനപ്പെട്ട ദേശീയപാതകളിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം പോലീസിന്റെ കൃത്യമായ നിരീക്ഷണം എല്ലാ സമയത്തും നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഇത്രയും വലിയൊരു വിവാദത്തിൽ ഉൾപ്പെട്ട സ്വപ്ന സുരേഷ് എങ്ങനെ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ ബാംഗ്ലൂരുവിൽ എത്തിയെന്ന ചോദ്യത്തിന് അവിടെ നിർണായകമായ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം ആദ്യഘട്ടം മുതൽ ഉറപ്പായിരുന്നു. അവിടെ സ്വപ്നയ്ക്ക് വഴിയൊരുക്കിയത് ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായി പോലീസിന്റെ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ബംഗളൂരുവിലേക്ക് സുഗമമായി കേരളത്തിന്റെ അതിർത്തി കടന്ന് എത്താൻ കഴിയില്ല. അവിടെ അങ്ങനെ ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് സംഭവിച്ചത്. പിന്നീട് അത് എം ശിവശങ്കറിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിൽ എത്തിനിന്ന് ആ അന്വേഷണം അവിടം കൊണ്ടങ്ങ് ചുരുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനപ്പുറത്തേക്ക് ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡാൻ, ഇതിൽ മറ്റൊരു കാര്യം, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും വഴി ഇടപെട്ട ആളുകളുമായി ഈ അജിത് കുമാറിന് ഒരു ബന്ധമുണ്ട് എങ്കിൽ, അജിത് കുമാർ ആ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ആ സമയം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ വലിയ തോതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. വലിയ വിമർശനം ഏറ്റുവാങ്ങിയ സാഹചര്യമായിരുന്നു. ഒരുപാട് ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ അജിത് കുമാർ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത് ആർക്കു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടാവുമല്ലോ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത്. വിജിലൻസിന്റെ അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യവും സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് എന്തിനാണ് തിടുക്കപ്പെട്ട് പോലീസിന്റെ അന്വേഷണം സരിത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, പോലീസ് സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് വിജിലൻസിന്റെ പ്രത്യേക സംഘം സരിത്തിനെ കസ്റ്റഡിയിലെടുത്തു? അത് കൃത്യമായി വിജിലൻസ് മേധാവിയായിരുന്ന എം.ആർ. അജിത് കുമാറിന്റെ നിർദ്ദേശത്തിൽ അടിസ്ഥാനത്തിലാണെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉറപ്പു വന്നതാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും മറ്റു നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് സരിത്തിന്റെ പക്കൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണോ? സ്വാഭാവികമായി ഇത്തരം എല്ലാ കേസുകളിലും നിർണായകമായി മാറുന്നത് പ്രാഥമികമായി പിടിച്ചെടുക്കുന്ന തെളിവുകളും കൈമാറുന്ന വിവരങ്ങളുമാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി നീക്കം ഈ സരിത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ പിന്നാലെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത കൈവരേണ്ടതുണ്ട്. അതോടൊപ്പമാണ് ഈ തെളിവുകളെല്ലാം ഉൾക്കൊണ്ടിരുന്ന സ്മാർട്ട് ഫോണുകൾ അതെന്തുകൊണ്ട് തിരികെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല? അതോടൊപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 2 തവണ ഷാജ് കിരണെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അവരും ആവശ്യപ്പെട്ടത് ഈ സ്മാർട്ട് ഫോണുകളായിരുന്നു. അവർക്കും ഈ സ്മാർട്ട് ഫോൺ ഇതുവരെ കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ FSLന് കൈവശമുള്ള ഈ സ്മാർട്ട് ഫോണുകൾ എന്തുകൊണ്ടാണ് തുടരന്വേഷണത്തിന് പുരോഗതിയിലേക്ക് നയിക്കാത്ത തരത്തിൽ ഇപ്പോഴും FSLൽ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ റിക്കവർ ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതടക്കമുള്ള കാര്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. അവിടെയാണ് എം.ആർ. അജിത് കുമാർ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോഴും ക്രമസമാധാന ചുമതലയിൽ എങ്ങനെ തുടരുന്ന ചോദ്യത്തിന് വ്യക്തമായ ചില ഉത്തരങ്ങൾ ലഭിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം നിർണായക സ്വാധീനമുള്ള വ്യക്തിയാണ്, പോലീസിൽ മാത്രമല്ല ആഭ്യന്തര വകുപ്പിലും എന്നത് ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിർണായക സ്വാധീനം അത് വ്യക്തമാകുന്നുണ്ട്. ഡാൻ, ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പല ദിവസവും പലതരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതും പലപ്പോഴും പോലീസ് ആസ്ഥാനത്ത് നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു IPS തലപ്പത്തുള്ള ഒരു ചേരിപ്പോര് അത് സാഹചര്യങ്ങൾ രൂക്ഷമാക്കുന്നു എന്നുകൂടി ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണ്ടേ? സ്വാഭാവികമായും അത് അങ്ങനെ തന്നെയാണ്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. സംസ്ഥാന പോലീസ് മേധാവിയായി അനിൽകാന്ത് വരുമ്പോഴും അതിനുശേഷം ഷെയ്ഖ് ദർബേ സാഹിബ് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാകുമ്പോൾ SPC ആകുമ്പോഴും അവർക്ക് മുകളിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എം.ആർ. അജിത് കുമാർ ആണ് എന്ന അടക്കം പറച്ചിൽ പോലീസ് സേനയ്ക്കുള്ളിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു നിർണായകമായ കാര്യങ്ങളിൽ നേരിട്ട് നേതൃത്വം ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അതിൽ സേനയ്ക്കുള്ളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ, IPS ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു ഒരു വിഭാഗത്തിന്. അവർ കൃത്യമായി അത് രഹസ്യമായെങ്കിലും മറ്റ് പോലീസ് മേധാവിമാരെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വിവാദങ്ങൾ കൊഴുക്കുന്നത്. അപ്പോഴാണ് എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള ആരോപണ ശരങ്ങളുമായി വീണ്ടും ഉദ്യോഗസ്ഥർ രഹസ്യമായെങ്കിലും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അതായത് എം.ആർ. അജിത് കുമാർ സൂപ്പർ DGP ചമയുകയായിരുന്നു. ഷെയ്ഖ് ദർബേ സാഹിബിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നിർണായകമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് അജിത് കുമാറും. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. ഒരു നിമിഷം. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ്, മുൻ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് ജോസഫ്,
ഈ ഷാജ് കിരൺ എന്നുള്ള പേര് ഒരുപക്ഷെ താങ്കൾ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവുക. ഈ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലെ ഒരു ഇടനിലക്കാരൻ എന്നുള്ള മട്ടിലാണ്. ഇപ്പോൾ അതിനു മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ മാധ്യമലോകത്ത് കുറച്ച് നാൾ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള തരത്തിൽ നമുക്ക് പറയാമായിരുന്നു. ഈ ഷാജ് കിരണിനെ പോലുള്ള ഒരാളുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മാധ്യമപ്രവർത്തന നിലയിൽ അറിയാമെന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ ADGP MR അജിത് കുമാർ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പരിശോധിക്കുക. ആ ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ 5 മിസ് കോളാണ് ഷാജ് കിരൺ അദ്ദേഹം നൽകിയിരിക്കുന്നത്. 5 മിസ് കോള്, ഒപ്പം തന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും. ഈ ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരുമായി ഇങ്ങനെ ഒരു ബന്ധമൊക്കെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ നടത്തേണ്ട സാഹചര്യം എന്താണ്? എന്തായാലും കുറെ അധികം വാർത്തകൾ ഈ സ്വർണ്ണക്കടത്തിലേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് വല്ല മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ പ്രീതിപ്പെടുത്താൻ എല്ലാവരുടെ പ്രീതിക്ക് വേണ്ടി ഇതുപോലെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം സർവീസ് കമ്പനിക്ക് എത്താതെ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സർവീസിൽ വലിയ ദൂഷ്യങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുമുണ്ട്. അത് ഇവരൊന്നും ഓണസ്റ്റ് അല്ല എന്ന് എനിക്ക് പറയുന്നത്. എന്തിനാണ് അനാവശ്യമായിട്ട് അനധികൃതമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരു ഗവൺമെന്റിനോടും നമുക്ക് ബാധ്യത ഭരണഘടനാപരമായിട്ടേ ഉള്ളൂ. അവിടുത്തെ ഗവൺമെന്റിലെ മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഇഷ്ടം വരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ബലിയാടാവും, ഉറപ്പല്ലേ? കാരണം അവര് പൊടിയും തട്ടി എന്ന് പോവും രാഷ്ട്രീയക്കാര്. സർവീസിൽ തുടരുന്ന ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പെൻഷൻ വരെ കിട്ടാനായിട്ട് വളരെയധികം ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനോ എങ്ങനെയൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ പോരെ. അവരവരുടെ ശമ്പളത്തിനകത്ത് ഒതുങ്ങി നിന്ന് ജീവിക്കുക. അത് പഠിക്കുക. ഇനിയെങ്കിലും എന്തുമാത്രം ആരോപണങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പേര് വരുന്നത്. അങ്ങനെയൊന്നും ഓണസ്റ്റായി സ്ട്രേറ്റ് ബോർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെയൊന്നും വരില്ല. അത് അനധികൃതമായി ഇതുപോലെയൊക്കെ ചെയ്യുന്ന കൂട്ടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ADGP അജിത് കുമാറിന്റെ പേരിൽ വലിയ ആരോപണമാണ് വരുന്നത്. കാരണം അതൊരു സംശയത്തിന്റെ ലാൻസിന് അദ്ദേഹത്തിന്റെ മുകളിൽ വരാൻ തുടങ്ങിയിട്ട് അദ്ദേഹം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരിക്കും. ശരി, ശ്രീ ജോ ജോസഫ്, ഒരു നിമിഷം. ഞാൻ സ്വപ്ന സുരേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്വപ്ന സുരേഷ്, ഈ ഷാജ് കിരൺ ഇന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരുന്നു. അതിൽ പ്രധാനമായും ഈ MR അജിത് കുമാറുമായുള്ള ബന്ധം, അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെയാണ് പറഞ്ഞത്. ഈ താങ്കൾ എന്താണ് കരുതുന്നത്? കേട്ടിരുന്നോ ഷാജ് സംസാരിച്ചത്? Once I got the call from News 18 Kerala, that's when I came to know about this new declaration from the part of Mr. Shaj Kiran. I think I think it's around 1.5 years back, I had released an audio where I had a conversation with Mr. Shaj Kiran regarding the kidnapping of Sarit. അത് മാത്രമല്ല എനിക്കെതിരെയുള്ള കേസ്, അതിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ വിവരങ്ങളും ഷാജ് കിരൺ എനിക്ക് നൽകിയത്. ഐ ടോൾഡ് യു വളരെ വ്യക്തമായിട്ട് എല്ലാവരോടും ഞാൻ പറഞ്ഞതാണ്. 1-ാം നമ്പറിനെ കാണാൻ പോകുന്നതിന് മുമ്പ് എന്റെ 164 റിട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഷാജ് കിരൺ ഫോഴ്സ് ചെയ്യുകയും അന്ന് തെളിഞ്ഞതാണ്. That around 36 times or 26 times or something, I don't exactly remember the number of times, Shaj Kiran had made a call, ADGP Ajit Kumar then of Vigilance. And Saritine kidnap ചെയ്തതും ഈ ഇദ്ദേഹത്തിന്റെ ഇതിലാണ് കുറച്ച് ഗുണ്ടകൾ വന്നു വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നത്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തില് 7 സ്പെഷ്യൽ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ക്രൈം ബ്രാഞ്ച് ടീം തന്നെ വന്നിട്ട് they took a case against me for declaring the truth, because I had whatsoever no clue who this ADGP Ajit Kumar was, because I was not personally connected to this gentleman. പക്ഷെ ഷാജ് കിരൺ പറയുന്നതിന്റെ പേരിൽ ഷാജ് കിരൺ പറഞ്ഞ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവിടെ നടന്നുകൊണ്ടിരുന്നപ്പം, ഇൻക്ലൂഡിംഗ് ദ കിഡ്നാപ്പിംഗ് ഓഫ് സെറിറ്റ്, വി ഹാഡ് ടു ബിലീവ് ദാറ്റ് ADGP Ajit Kumar ആൻഡ് ലോ ആൻഡ് ഓർഡറിന്റെ ADGP ഈ രണ്ടുപേരുടെ പേരും പറഞ്ഞ് ഈ അജിത് കുമാറിനോട് സംസാരിക്കുന്നത് എന്റെ മുമ്പ് വെച്ച് HRDS ഓഫീസിൽ വെച്ച് സംസാരിക്കുന്നതും ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതും, ഞാൻ അതിനുശേഷം ഇത് മാനിപ്പുലേഷൻ ആണ്, ഇത് നമ്മൾ സൂക്ഷിക്കണം എന്ന് ഞാൻ എന്റെ ലോയേഴ്സ് കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോ ഡെഫിനറ്റ്ലി ദേ ടോൾഡ് മീ മാക്സിമം
ഷാജ് കിരണിന്റെ സൈഡിൽ നിന്നുകൊണ്ട് സംസാരിച്ച് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക. ഇതിന്റെ പിന്നിൽ ആരൊക്കെ കളിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ. നമ്മളുടെ ജീവന് വരെ ത്രെറ്റ് ആയിരുന്നു അന്ന്. ആൻഡ് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോ എനിക്കെതിരെ എത്ര കേസ് എടുത്തു എന്നറിയാവോ? ഒരുപാട് കേസ്. അപ്പം ഐ ബിലീവ് ഇൻ കർമ്മ നൗ. ഓരോന്നും ഇപ്പൊ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ? ഇതേ ഷാജ് കിരൺ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഷാജ് കിരണിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതേ ഷാജ് കിരൺ എന്ന് വന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ ഇടപെട്ടവർക്കൊക്കെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദി ഓൺലി പേഴ്സൺ ഓർ അബൌവ് ദാറ്റ് അങ്ങനെ അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്കും അതിന്റെ മേലിലോട്ട് ആൾക്കാർക്ക് മാത്രമേ ഇതിൽ ലാഭമുള്ളൂ. സോ ഹി ലീവ്സ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അഗൈൻ ടു ദ പീപ്പിൾ ഓഫ് കേരള. വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്? ഐ ഹാവ് ഓൺലി ദിസ് മച്ച് ടു സേ. ബിലീവ് ഇൻ കർമ്മ. നടന്നത് എന്താണെന്നുള്ളത് ഓരോന്നായിട്ട് ഇവരുടെയൊക്കെ വായിന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചല്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ. കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നേനെ. ഈ മാധ്യമ പ്രവർത്തനമായുള്ള ഷാജ് കിരണിനെ മാത്രമേ അറിയൂ എന്നാണ് ADGP അജിത് കുമാർ അന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പോൾ ആ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ അതിന്റെ ഏതാണ്ട് 5 മിസ് കോള് ഷാജ് കിരണിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് 5 തവണ വിളിച്ചിട്ടുണ്ട് അജിത് കുമാർ. അപ്പോ ഇവര് തമ്മിലൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. വെരി ക്ലോസ് ഫ്രണ്ട്സ്. അതല്ലെങ്കിൽ ഷാജ് കിരൺ ഇന്ന് തന്നെ എല്ലാരോടും പറയുന്നുണ്ടല്ലോ. അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ മിസ്റ്റർ അജിത് കുമാറിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഹി ടോൾഡ് ഷാജ് കിരൺ ടു ഒബ്സർവ് on what ground, on what basis, what does Shaj Kiran got to do with our issues? Allagil Swarna Karathu. What is the interest of ADGP Ajit Kumar then? ഈ ഒന്നാം നമ്പർ എന്ന് ഷാജ് കിരൺ റിപ്പീറ്റഡ്ലി അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ഈ ഒന്നാം നമ്പർ ആരാണെന്ന് അന്ന് ഞാൻ ചോദിച്ചു. എല്ലാരോടും ചോദിച്ചു, who is that number 1? So you can just now connect the dots because things are very clear. അന്ന് ഷാജ് കിരൺ പറഞ്ഞു സ്വപ്ന സുരേഷ് പറയുന്നത് പോലെയല്ല, എനിക്ക് MR അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാവൂ. ഇസ് ഇറ്റ് ട്രൂ? നിങ്ങൾ എല്ലാരും മാധ്യമ പ്രവർത്തകരാണല്ലോ. എങ്ങനെയാണ് ഒരു ADGP വിജിലൻസ് ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നത് സ്വപ്ന സുരേഷിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ? അത്രയും ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിലല്ലേ അത് നടക്കത്തുള്ളൂ. ഓക്കെ സ്വപ്ന, മറ്റൊരു കാര്യം കൂടി. ഈ ഷാജ് ഈ ഇദ്ദേഹത്തിന് അജിത് കുമാറിന് അയച്ച ഒരു മെസ്സേജ് ഞാനൊന്ന് വായിച്ചോട്ടെ. സർ, മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ഹിസ് ആക്ടിവിറ്റീസ് അഡ്വക്കേറ്റ് ശിവശങ്കർ ആൻഡ് കൃഷ്ണരാജ്. They are using her. Using her means, I think you. She is used by advocates. They are telling her, give this statement in front of media. They told her to tell the name of CM and daughter. CM-ന്റെ പേര് താങ്കളോട് പറയണമെന്ന് അവർ നിർബന്ധിക്കുന്നു എന്നാണ് അജിത് കുമാറിനോട് ഇദ്ദേഹം അയച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഐ ആം എ നോർമൽ അക്യൂസ്ഡ് ഇൻ ദി ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്. ഐ കനോട്ട് ടേക്ക് ഡെസിഷൻസ് അലോൺ. എല്ലാ സത്യങ്ങളും വിത്ത് ഫാക്ട്സ് ആൻഡ് എവിഡൻസസ് നമ്മൾ ആരോടാണ് കൺഫസ് ചെയ്യുന്നത്? നമ്മളുടെ ലോയേഴ്സിനോട്. എന്റെ ശക്തി എന്ന് പറയുന്നത് ഇപ്പോ വിൽക്കപ്പെടാത്ത 2 ലോയേഴ്സ് ആണ് എന്റെ ശക്തി. ശിവശങ്കർ സാർ എന്ന് പറയുന്ന ലോയറും കൃഷ്ണരാജ് സാർ എന്ന് പറയുന്ന ലോയർ. ഇവര് രണ്ടുപേരും വിൽക്കപ്പെട്ടിട്ടില്ല ഇതേവരെ. ഇഫ് യു റിമെമ്പർ, ഐ വിൽ, ഓർ ഇഫ് യു ഫൊഗോട്ടൻ, ഐ വിൽ റിമൈൻഡ് യു. ഈ കൃഷ്ണരാജ് വക്കീലിനെതിരെയും കേസെടുത്ത് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ നോക്കി. ബിക്കോസ് ഹി വാസ് നോട്ട് for sale. അപ്പോ when I told them, they told സ്വപ്ന, this is a, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. നമ്മൾ 164 കൊടുത്തെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഷാജ് കിരണിന് മാക്സിമം ഇട്ടുകൊടുത്ത് മാക്സിമം ഡീറ്റെയിൽസ് എടുക്കുക. അവൻ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ, എന്നിട്ടത് മീഡിയയുടെ മുമ്പേ അവതരിപ്പിക്കുക. 2 വക്കീലന്മാർക്കും ത്രെറ്റ് ഉണ്ടായിരുന്നു. 2 വക്കീലന്മാരെയും ട്രാപ്പ് ചെയ്യാൻ ഇവരെല്ലാവരും ശ്രമിച്ചു. യു അണ്ടർസ്റ്റുഡ്? ആൻഡ് എന്നെ അന്വേഷണ സംഘം വന്ന് ചോദ്യം ചെയ്യുമ്പോഴും ദേ വാണ്ട് me to trap my lawyers, which was impossible. So confessing to the lawyers, what will the lawyers do? They will tell me what exactly I'm supposed to do. അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ കൃഷ്ണരാജ് വക്കീലിനെയോ ശിവശങ്കർ വക്കീലിനെയോ പരിചയപ്പെടുകയോ വക്കാലത്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ 15 മാസം ജയിലിൽ കിടന്നു. വേറെ 2 വക്കീലിനെ ഞാൻ വെച്ചു. അതിന്റെ കഥയൊക്കെ പിന്നീട് ഇതുപോലെ തെളിയും. സോ കൃഷ്ണരാജ് വക്കീലും ശിവശങ്കർ വക്കീലും ആണ് എന്റെ ശക്തി. എനിക്ക് അവരെ മാത്രമേ വിശ്വാസമുള്ളൂ. ആൻഡ് ബിക്കോസ് ദേ ആർ നോട്ട് ഫോർ സെയിൽ,
അവരൊരു രീതിയിലും ഇവർക്ക് ആർക്കും തൊടാൻ പറ്റാത്തതുകൊണ്ടാണ് they are saying all these things. ഈ മുഖ്യമന്ത്രിയുടെ പേരും മകളുടെ പേരും പറയാൻ അഡ്വക്കേറ്റ് ആവശ്യപ്പെടുന്നു എന്ന് എപ്പോഴെങ്കിലും സരിത ഷാജിനോട് പറഞ്ഞിട്ടുണ്ടോ? സോറി, സ്വപ്ന ഷാജിനോട് പറഞ്ഞു, ക്ഷമിക്കണം. ഐ എം സോ സോറി. ഞാൻ ഇതെല്ലാം ആദ്യം മുതലേ പറഞ്ഞു വരുന്നതാണ്. റൈറ്റ് ഫ്രം ദ റിലീസ് ഓഫ് ശിവശങ്കർ സാർസ് ബുക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഞാൻ ഡിക്ലെയർ ചെയ്യാൻ. അന്ന് എന്റെ വക്കീല് ശിവശങ്കർ വക്കീലോ കൃഷ്ണരാജ് വക്കീലോ അല്ല. എന്നെ ആർക്കും അങ്ങനെ ഉപയോഗിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ കാര്യങ്ങൾ ചെയ്യിക്കാനോ പറയിക്കാനോ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നേ വരെ തെറ്റിയിട്ടും ഇല്ലല്ലോ. ഞാൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വിവാദങ്ങളിലും എല്ലാ കാര്യങ്ങളിലും തെളിവ് അടക്കം വെളിയിൽ വേറെ വഴിയിൽ കൂടി വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഐ ഹാവ് ടു ഗിവ് മോർ എക്സ്പ്ലനേഷൻ ഓൺ ദി ഓൾഡ് സ്റ്റോറീസ്. റൈറ്റ്. ഈ വിഷയത്തിൽ ഈ അജിത് കുമാർ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജിലൻസിന്റെ ഭാഗമായിരുന്ന അജിത് കുമാർ സരിത്തിനെ വന്ന് പൊക്കണമെങ്കിൽ അതിൽ ഒരു സ്വാധീനം വേണമല്ലോ, അല്ലെങ്കിൽ അജിത് കുമാറിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാകുമല്ലോ, ഒരു ഉന്നത ഇടപെടലൊക്കെ. ഞാനിതിന് മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നടക്കുന്നത് നോർമലായ ലോയോ ജസ്റ്റിസോ അല്ല. അവിടെ നടക്കുന്നത് പൂർണ്ണമായ ഗുണ്ടായിസമാണ്. ആൻഡ് എന്റെ വീട്ടിൽ വന്ന് ശരത്തിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് അതിന്റെ പിന്നാലെ ഇത് പുറത്തായപ്പോഴത്തേക്കും there was a team who came and removed the CCTV visuals from that community. And വിജിലൻസിൽ നമുക്ക് കേസൊന്നുമില്ല. നമ്മളെ ചോദ്യം ചെയ്യാൻ വിളിക്കണമെങ്കിൽ ആരെയും പിടിച്ചുകൊണ്ട് പോയി അവരെ ആക്രമിച്ച് അവരെ കിഡ്നാപ്പ് ചെയ്യുന്ന രീതി അല്ല ഒരു ഓഫീസിനും ഉള്ളത്. നമ്മൾ ഒരുപാട് ഏജൻസീസിന്റെ മുമ്പേ ചോദ്യം ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്, നമ്മൾ അക്യൂസ്ഡ് ആയിട്ടുണ്ട്, നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു രീതി കേരള പോലീസിന്റെ ഇടയിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ they have to summon us. So they didn't do anything like that. 164 കൊടുത്തതിന്റെ പിറ്റേന്ന് രാവിലെ ഷാജ് കിരൺ പറഞ്ഞതുപോലെ ശരത്തിന്റെ കിഡ്നാപ്പ് ചെയ്യും, എനിക്കെതിരെ കേസ് വരും. അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നടന്നപ്പോ the only person we can understand the truth was Shaj Kiran. So I called him and I got tips from him. I got to know exactly what is happening, who is behind it, and he told me very clearly it was M.R. Ajit Kumar, the then ADGP of Vigilance. Okay, I think I've answered to all the questions. So okay, Swapna, ഒരു നിമിഷം ഹോൾഡ് ചെയ്യണം. ഷാജ് കിരൺ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. No, I'm not interested. Thank you very much. ഓക്കെ, ശരി. ഷാജ്, ഇപ്പോൾ സ്വപ്ന സൂചിപ്പിച്ചു ഈ എല്ലാ തരത്തിലും ഷാജ് പറഞ്ഞത്, അതായത് അന്ന് സ്വപ്നയെ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നീട് പലത് മാറ്റി പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷാജിന് ഇതൊക്കെ തിരുത്തി പറയേണ്ട സാഹചര്യമാണ്, കർമ്മ അതാണ് പ്രധാനമെന്ന് ആണ് സ്വപ്ന തൊട്ടു മുമ്പ് നമ്മോട് പറഞ്ഞത്. ഞാനൊരു കാര്യം നിങ്ങളോട് തിരിച്ചു ചോദിക്കട്ടെ. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായ ആളാണ്. അവർ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് പോയി. അവരൊരു കഥ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ അവർ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം മുതൽ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. എന്റെ സ്റ്റാൻഡ് എന്താണ്, ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, M.R. അജിത് കുമാറിനെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നു. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെടുന്നത്, അദ്ദേഹത്തെ പോലെ പോസ്റ്റിലിരിക്കുന്ന ഒരാളെ? അത് FIR അടക്കമുള്ള പ്രോഗ്രാം ഏഷ്യാനെറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത്. പിന്നെ നിങ്ങളെല്ലാം ഒരു ചോദ്യം റെലവെന്റ് ആണ്. ഞാൻ അന്ന് ആദ്യം ഇവരുമായി ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത്. എനിക്കല്ലാതെ ഇവർ സ്വന്തം നടത്തിയോ മറ്റേ അത് നടത്തിയോ ഇത് നടത്തിയോ എന്ന് എനിക്കറിയില്ല. ഇവരുമായി ബന്ധപ്പെട്ട് ഒരു സ്പോർട്സ് സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവരെ ബന്ധപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പോക്ക് വേറെ രീതിയിലേക്ക് പോകുന്നു. കാരണം എനിക്ക് കച്ചവടമാണുള്ളത്, അല്ലാതെ എനിക്ക് ഇവിടുത്തെ ഭരണപരമായ കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ ഒരു ഭരണത്തെ വിളിച്ചിറക്കുകയോ താഴെ ഇറക്കുകയോ ഒന്നുമല്ല എന്റെ ജോലി. അപ്പൊ അത് എന്റെ ബിസിനസിനെ ബാധിക്കുന്നത് കണ്ടപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൃഷ്ണരാജും ശിവശങ്കറുമായി ബന്ധപ്പെട്ട് കുറെ അവർ പറയുന്ന രീതിയിൽ ഇവർ പോകുന്നത് കണ്ടപ്പം ഞാൻ അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGP വിജയ് സാക്കറെ വിളിച്ചു. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല, അദ്ദേഹം ബിസി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല, അത് കണക്ട് ആയില്ല. പിന്നെ എനിക്ക് അടുത്ത പരിചയം ഉണ്ടായിരുന്നത് മിസ്റ്റർ M.R. അജിത് കുമാറിനെയാണ്. ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളിത് എന്താ നടക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ 164 കൊടുത്തു വരുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ പോയി പെട്ടിട്ട് നമ്മുടെ ബിസിനസിനെ അത് ബാധിക്കും. സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്കും ഈ ബിസിനസ് പരമായി ബുദ്ധിമുട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ സരിത്തിനെ ആരാണ്ട് വന്ന് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇവര് പാലക്കാട് ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്. ആ ഫ്ളാറ്റിൽ നിന്ന് സരിത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ട് പോയി ഒരു സ്വിഫ്റ്റ് കാറിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പ്രണയ് മെഡിസിറ്റിൽ നിൽക്കുകയാണ് വേറെ എന്റെ പേഴ്സണൽ കാര്യവുമായി ബന്ധപ്പെട്ട്. അപ്പം ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്നത്തെ വിജിലൻസ് മേധാവി M.R. അജിത് കുമാറിനെ വിളിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനും അറിയില്ല ഇത് ആരാണെന്നുള്ളത്. അപ്പം ചാനലുകൾ ഈ വാർത്ത വരുന്നതേ ഉള്ളൂ. പുള്ളിക്കാരി HRDS ഓഫീസിൽ നിന്ന് കരയുന്നു, ബഹളം വെക്കുന്നു, ഒക്കെ ചെയ്യുന്നു.
ഞാനപ്പം പുള്ളിക്കാരിയും വിളിച്ചു പറഞ്ഞു നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് പറഞ്ഞു. അന്ന് മനോരമയോ ഏഷ്യാനെറ്റോ ആണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്, വിജിലൻസ് സംഘമാണ് കൊണ്ടുപോയെന്ന്. അതിനുശേഷം ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിനു ശേഷം ഞാൻ വീണ്ടും എം ആർ അജിത്കുമാറിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വിജിലൻസ് ആണ് കൊണ്ടുപോയെന്ന് അറിയുന്നു, അത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടായിരിക്കാം, അവർ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും എന്ന് പറഞ്ഞു, കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അന്ന് തന്നെ HRDSന്റെ ഓഫീസിൽ പോകുന്നു. ഇതെല്ലാം അന്ന് കേരളത്തിൽ എല്ലാവരും കണ്ടതാണ്. പാലക്കാട് പോകുന്നു, പാലക്കാട് പോയി പുള്ളിക്കാരിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് ഇബ്രാഹിം അദ്ദേഹത്തിന്റെ ഫോണിൽ പുള്ളിക്കാരി പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. ആ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം പുള്ളിക്കാരി കേരള ഹൈക്കോടതിയിൽ ഒരു ഇടനിലക്കാരൻ വന്നു സംസാരിച്ചു എന്ന് പറഞ്ഞ് അവർ പറയുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഞാൻ ആരുടെ ഇടനിലക്കാരനായിട്ടൊന്നും പോയതല്ല, അവരുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ മാത്രമാണ് പോയത്. പിന്നെ എനിക്ക് പരിചയമുള്ള ആളെന്നുള്ള രീതിയിൽ എം ആർ അജിത്കുമാറിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. അല്ലാതെ എം ആർ അജിത്കുമാറിനപ്പുറം ആരുണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ നമ്പർ വേണമെന്നുള്ളതോ ഷാജ് കിരൺ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ ആ സ്ക്രീൻഷോട്ടിൽ തന്നെ ഞാൻ ഒരു കാര്യം കണ്ടു. അതായത് 5 മിസ് കോൾ ഉണ്ട്. 1:46, 1:52, 2:04, 5:20, രാത്രി 7:56. ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എം ആർ അജിത്കുമാറുമായി ബന്ധപ്പെട്ട ഷാജ് കിരണിനോട് ഇത്രമാത്രം ക്യൂരിയോസിറ്റിയിൽ ഇന്റൻസിറ്റിയിൽ സംസാരിക്കാനുള്ള ഒരു അടുപ്പത്തിലേക്ക് എങ്ങനെയാണ് അത് ഉയർന്നത്? നിങ്ങൾ മുൻ നിങ്ങൾ മാധ്യമ പ്രവർത്തനാണ്, ഇപ്പോഴും മാധ്യമ പ്രവർത്തനം. നിങ്ങളും പല ഫോണിൽ സോഴ്സുമായി ബന്ധപ്പെട്ട് പലരോടും സംസാരിക്കാറില്ലേ? ഇല്ലേ? അപ്പം നിങ്ങൾ ക്രൈം ബീറ്റ് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾ എത്ര പോലീസുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ വിഷയം വളരെ റെലവെന്റ് ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ തുടർച്ചയായി ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചത്. സ്വാഭാവികമല്ലേ? സ്വാഭാവികമായും, കാരണം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം വിജിലൻസിലായിരുന്നല്ലോ അല്ലേ? അല്ല, എനിക്ക് ആക്സസിബിലിറ്റി ഉള്ള ഒരാളോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? വിജയ് സാക്കറെ സാർ ഫോൺ എടുത്തില്ല, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അന്ന് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. അതായത് ഞാനും വിജയ് സാക്കറയുമായി 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തി. ഞാൻ അദ്ദേഹത്തെ ഒരു ഘട്ടത്തിലും എങ്ങും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ മുൻപ് ഫോണിൽ വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയം പറയാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല. പിന്നെ എനിക്ക് ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം എടുത്തതുകൊണ്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല, ഞാൻ വിജിലൻസ് മേധാവിയാണ്, എനിക്ക് അതൊന്നും ചെയ്യാനില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം തിരിച്ചു എന്നോട് ചോദിച്ചു. പിന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തതിന് ശേഷം ഇതുവരെ ഞാൻ അദ്ദേഹവുമായി ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള ഫീലിംഗ് അദ്ദേഹത്തിന് വന്നു. അദ്ദേഹം എന്നെ കുറിച്ച് മോശം പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടില്ല, അദ്ദേഹം എന്നോടും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇവര് പറയുന്ന എല്ലാ മാനിപ്പുലേറ്റഡ് കഥകൾക്കും എനിക്ക് ഉത്തരവൊന്നുമില്ല. ഇത് കർമ്മയൊന്നുമല്ല. ഞാൻ ഡാൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അയാളോട് ഇങ്ങനെ അദ്ദേഹം വിളിച്ചിരുന്നു. കാരണം ഇത് എന്റെ CDR പുറത്തു വന്നത് അന്നത്തെ ഇന്റലിജൻസ് മേധാവിയുമായി ഉണ്ടായിരുന്ന തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് പുറത്തു വിടുന്നുണ്ട്. ഇതൊക്കെ പോലീസിൽ നിന്ന് കിട്ടിയതാകല്ല. എന്റെ കയ്യിൽ സ്ക്രീൻഷോട്ട് തരണമെങ്കിൽ എന്റെ ഫോൺ 2 FSL-ലാണ്, ഫോറൻസിക്കിലാണ് ഇരിക്കുന്നത്. ഈ ഫോൺ പുറത്ത് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും പുറത്തു വിടാൻ പറ്റുള്ളൂ. ഇനി കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങൾ വരും ഷാജ്. വന്നോട്ടെ, ഇതിനകത്ത് എനിക്ക് പൊളിപ്പിക്കാനാണ്. ഞാൻ ചോദിച്ചു, രാജ്യത്തെ പരമോന്നത ഏജൻസിയായ ED അടക്കം എന്നെ ചോദ്യം ചെയ്തു. ഞാൻ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ തന്നെ ഈ ഡിസ്കഷൻ വന്നപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു പോയി. ഞാൻ എന്താ പറഞ്ഞാൽ അവരോട് സംസാരിക്കാൻ തയ്യാറാണ്. എനിക്ക് ADGP-യുമായിട്ടുണ്ടായിരുന്ന പേഴ്സണൽ ബന്ധമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പുറം ആരുണ്ടെന്നൊന്നും എനിക്കറിയില്ല. അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങും പറയില്ല. അറിയാവുന്ന കാര്യങ്ങളെ പറയൂ. പക്ഷേ കഴിഞ്ഞ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം എന്നോട് ബന്ധപ്പെട്ടിട്ടില്ല, ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാലോ, ഇങ്ങനെയുള്ള വിവാദങ്ങൾ വന്നാൽ ആരും പിന്നെ നമ്മളുമായി സഹകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ടാണ്, അത്തരം ബുദ്ധിമുട്ടുകൾ ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. കാരണം നമുക്ക് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവും കാര്യങ്ങളും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് സഹിതം തരുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ലെന്നോ അദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നിഷേധിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരെയും അറിയില്ല. എന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അല്ല വേണ്ട, എന്റെ CDR അന്ന് പുറത്തു വന്നിട്ടില്ല. ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ എനിക്ക് വേറെ ആരുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ ഞാൻ വിളിക്കണമല്ലോ. ഞാനത് വേറെ ആരെയും വിളിച്ചിട്ടുമില്ല. പിന്നെ ഇവർ ഈ പറയുന്ന അത് ആ സ്ക്രീൻഷോട്ടിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. ഇവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ സ്ക്രീൻഷോട്ടിൽ എം ആർ അജിത്കുമാറിന് അയച്ചു കൊടുത്തേക്കുന്നത്. ഈ പറഞ്ഞ അഡ്വക്കേറ്റുമാർ ഇങ്ങനെ പറയുന്നു. അതിനാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ആ ഫോൺ ഫോറൻസിക്കിന്റെ കയ്യിലുണ്ട്, ഇബ്രാഹിമിന്റെ ഫോൺ. ആ ഫോണിൽ റിക്കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരും. കാരണം ഇവർ പറഞ്ഞ എന്നെ കൊണ്ട് വക്കീലന്മാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് പറഞ്ഞതെന്ന്. അപ്പൊ അവർ ഓടിപ്പോയതിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസ്കഷൻ സംസാരിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റ്, ഓക്കെ, താങ്ക് യു. ഷാജ് കിരണാണ് പ്രതികരിച്ചത്. എന്നാലും ഷാജിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഇപ്പോൾ News 18 ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് കൃത്യമായിട്ടുള്ളൊരു ബന്ധം ADGP ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. ADGP എം ആർ അജിത് കുമാർ അന്ന് വിജിലൻസിന്റെ ചുമതലയിലായിരുന്നു. അവിടെ നിന്ന് സരിത്തിനെ പൊക്കുന്നതുൾപ്പെടെ അതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ട്.